ആ ഗിന്നസ് റെക്കോർഡുമായി നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. കൊച്ചി വിമാനത്താവളത്തിലെ പോലീസുകാരുടെ മുന്നിലൂടെയാണ് നടി അമേരിക്കയിലേക്ക് മടങ്ങിയത്. MLA ഉമാ തോമസിന് അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണിക്കെതിരെയും ആരോപണമുയർന്നിരുന്നു. കേസിൽ അന്വേഷണം ദിവ്യ ഉണ്ണിയിലേക്കും കടന്നിരുന്നു. ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതും പരിഗണനയിലുണ്ടായിരുന്നു. സാമ്പത്തിക തട്ടിപ്പടക്കം ചർച്ചകളിലെത്തി. അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണിയും ജാമ്യമില്ലാ കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ടായിരുന്നു. കേസിൽ മൃദംഗ വിഷനെതിരെയും ഇവന്റ് മാനേജ്മെന്റിന്റെ ഗ്രൂപ്പിനെതിരെയും ജാമ്യമില്ലാതെ കേസെടുത്തു. എന്നാൽ ദിവ്യ ഉണ്ണിയെ പ്രതി ചേർത്തില്ല. ഈ പഴുതുപയോഗിച്ചാണ് അമേരിക്കയിലേക്കുള്ള മടക്കം. ഇതോടെ ഈ കേസിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനുള്ള കുരുക്കുകൾ പോലീസിന് കൂടി. കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് ദിവ്യ ഉണ്ണി പോയതെന്നാണ് ഇപ്പോൾ വരുന്ന ആരോപണം. എന്നാൽ വളരെ മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുവെന്നും മുൻ നിശ്ചയിച്ച പ്രകാരമാണ് യാത്രയെന്നും ദിവ്യ ഉണ്ണിയുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങൾ പറയുന്നു. ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കല്ലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ സ്റ്റേജിൽ നിന്നും വീണ് MLA ഉമാ തോമസ് വീണ് പരിക്കേറ്റ സംഭവത്തിൽ വിവാദം തുടരുന്നതിനിടെയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത്. ഇന്നലെ രാത്രി 11:30 കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത്. സിംഗപ്പൂർ വഴിയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയത്. കലൂരിലെ നൃത്തപരിപാടിയിലെടുത്ത കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾക്കിടെയാണ് നടി മടങ്ങിയത്. ദീർഘനാളായ അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി. ഈ പരിപാടിക്ക് മാത്രമായാണ് എത്തിയതെന്നാണ് സൂചന. 12,000 നർത്തകർ ഡാൻസ് ചെയ്തുവെങ്കിലും ആ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ദിവ്യ ഉണ്ണിയാണ്. ഇതിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. നർത്തകർ 4,000 രൂപയ്ക്ക് മുകളിൽ നൽകിയാണ് പരിപാടിയുടെ ഭാഗമായത്. അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ദിവ്യ ഉണ്ണി പണം വാങ്ങിയാണ് പരിപാടിയുടെ ഭാഗമായതെന്നാണ് സൂചന. അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ടും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് അടക്കം സംഘാടകരിൽ നിന്നും വാങ്ങിയെന്നും സൂചനയുണ്ട്. അമേരിക്കയിലാണ് ദിവ്യ ഉണ്ണി സ്ഥിരതാമസമെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമെന്നതും വ്യക്തമായിരുന്നു. ഇത് മനസ്സിലാക്കി കേസിൽ പ്രതിയാക്കാനോ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനോ ഒന്നും പോലീസ് തയ്യാറായില്ല. കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയിലെ സുരക്ഷാ വീഴ്ചകൾ ദിവ്യ ഉണ്ണിയെയും വിളിച്ചറിയിച്ചിരുന്നു. എന്നാൽ അവരോട് വലിയ മോശമായാണ് ദിവ്യ ഉണ്ണി സംസാരിച്ചതെന്നും ആരോപണമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ദിവ്യ ഉണ്ണിയുടെ സംഘാടനത്തിലെ ഇടപെടലിൽ പലവിധ സംശയമുണ്ടായി. ഇത് ദൂരീകരിക്കാനുള്ള അവസരമാണ് ദിവ്യ ഉണ്ണിയുടെ അമേരിക്കയിലേക്കുള്ള പോക്കിലൂടെ നഷ്ടമാകുന്നത്. ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകാൻ വൈകിയത് പോലും നടിയെ രക്ഷിക്കാനുള്ള തന്ത്രമാണെന്ന ആരോപണവും സജീവമാണ്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കുപ്രചാരണങ്ങളാണെന്ന് സംഘാടകരായ മൃദംഗ വിഷൻ പ്രൊപ്പറേറ്റർ നികേഷ് കുമാർ പറഞ്ഞിരുന്നു. പരിപാടിക്കിടെ ഉമാ തോമസ് MLAയ്ക്കുണ്ടായ അപകടത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാ അനുമതിയും വാങ്ങിയാണ് പരിപാടി നടത്തിയത്. കുട്ടികളിൽ നിന്ന് സാരിക്ക് 1,600 രൂപ വാങ്ങിയിട്ടില്ല. 390 രൂപ മാത്രമാണ് ഈടാക്കിയതെന്നും നികേഷ് പറയുന്നു. നിർഭാഗ്യവശാൽ അവിടെ MLAയ്ക്ക് ഒരു അപകടം സംഭവിച്ചു. അതിൽ ഖേദിക്കുന്നു. എന്നാൽ 12,000 കുടുംബങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങളിലടക്കം എത്തിയവരുണ്ട്. അവരെ മടക്കി അയക്കാൻ കഴിയുമായിരുന്നില്ല. കമ്പനിക്ക് ഭീമമായ തുക നഷ്ടം വരും. അതുകൊണ്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടി മാത്രം പൂർത്തിയാക്കിയത്. ഇതിനുശേഷം 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അതുപേക്ഷിച്ചു. 3/4 മണിക്കൂർ കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചുവെന്നും നികേഷ് കുമാർ പറഞ്ഞു. ഓരോ കുട്ടിക്കും വ്യക്തിപരമായ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് മൃദംഗയും ഗിന്നസും തമ്മിലുള്ള കരാറാണ്. 2 മാസമാണ് ഇതിനുള്ള പ്രോസസ്സിംഗ് സമയമെടുക്കുക. ഗിന്നസ് റെക്കോർഡിനെക്കുറിച്ച് അറിയാത്തവരാണ് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. ഞങ്ങൾക്കെതിരെ വരുന്നത് വ്യാജ ആരോപണങ്ങളാണ്. എല്ലാ പണ ഇടപാടും നടന്നത് ബാങ്ക് വഴിയാണ്. 3.5 കോടി രൂപയാണ് സമാഹരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ കൂടി 10 ലക്ഷത്തോളം ചിലവായിട്ടുണ്ട്. 24 ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറി. GST കഴിച്ചുള്ള കണക്കാണ് 3.5 കോടി രൂപ. 1 രൂപ പോലും സാരി ഇനത്തിൽ അധികമായി വാങ്ങിയിട്ടില്ല. GST കഴിച്ച് ഒരാളിൽ നിന്ന് 2,900 വാങ്ങി. അതിൽ സാരിയുടെ 390 രൂപയും ഉൾപ്പെടും. 1,600 രൂപ വാങ്ങിയ കണക്ക് ഞങ്ങൾക്കറിയില്ല. ടീച്ചർമാരാണ് അത് കൈകാര്യം ചെയ്തത്. 500 ടീച്ചർമാരാണ് ഉണ്ടായിരുന്നത്. 3,500 രൂപ ഞങ്ങളിലേക്ക് ഓൺലൈനായി അടയ്ക്കുകയായിരുന്നു. ടീച്ചർമാരുടെ ഉത്തരവാദിത്തം. കൊറിയോഗ്രാഫി ചെയ്ത 2 നൃത്ത ഇനങ്ങൾ ഉൾപ്പെടുത്തിയ CD-യും സാരിയുമായിരുന്നു നൽകാമെന്നേറ്റിരുന്നത്. അവിടെ എത്തുന്നവർക്കുള്ള സ്നാക്സും വെള്ളവും ഫ്രൂട്ടിയും മാത്രം നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതെല്ലാം നൽകിയിരുന്നു. വ്യക്തിപരമായി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് 4,500 രൂപയാണ് ഈടാക്കിയത്. 145 പേരാണ് ഇത്തരത്തിൽ വ്യക്തിപരമായി രജിസ്റ്റർ ചെയ്തത്. ദിവ്യ ഉണ്ണി അടക്കമുള്ള കലാകാരികൾ പ്രതിഫലം വാങ്ങിയാണ് എത്തിയത്. പ്രതിഫല തുകയേക്കാൾ കലയോടുള്ള താല്പര്യമാണ് ദിവ്യ ഉണ്ണിയെ ഇത്തരമൊരു പരിപാടിയിലേക്ക് ആകർഷിച്ചത്. പോലീസ് സുരക്ഷയുടെ മേൽനോട്ടം മറ്റൊരാൾക്കായിരുന്നു. എത്ര പോലീസ് ഉണ്ടായിരുന്നുവെന്ന് അറിയില്ല. മതിയായ ആളുണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത്.
അവരുടെ കൂടി സഹായത്തോടെയാണ് പരിപാടി ഭംഗിയായി നടന്നതെന്നും നികേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഈ വിശദീകരണത്തിലും നിരവധി പൊരുത്തക്കേടുകളാണ് ഉണ്ടായിരുന്നത്.